ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ഒരിക്കൽ കൂടി എഴുന്നേൽക്കുവാൻ ബലഹീനായ എനിക്ക് വലിയവനായ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ദൈവവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി പുതിയ നിയമസഭയ്ക്ക് ബുദ്ധി ഉപദേശത്തിനായി തരുന്നതായ ചില ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. ഇതിനു മുമ്പൊരവസരത്തിൽ നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മറ്റൊരു ദൃഷ്ടാന്തം ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞിരുന്ന് ചിന്തിക്കുകയുണ്ടായി. അത് ഇസ്രായേൽ മക്കളാണ്. ഇവിടെ അപ്പോസ്തലൻ ഈ കാര്യം പറയുന്നതും ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ അടിമത്തത്തിലായിരുന്നു. ദൈവം അവരെ മോശ മുഖാന്തരം ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു, ചെങ്കടൽ കടത്തി, മരുഭൂമിയിൽ കൂടി 40 വർഷക്കാലം അവരെ നടത്തി. എന്നാൽ അവരൊരേ ആത്മീക ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നാണ് നാം 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം ആദ്യത്തെ ഭാഗങ്ങൾ നാം വായിക്കുന്നത്. അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇത് നമുക്കൊരു ദൃഷ്ടാന്തമായിട്ട് പുതിയ നിയമസഭയ്ക്ക് ബുദ്ധി ഉപദേശത്തിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇസ്രായേൽ മക്കൾ അവർ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം തുടങ്ങിയതായിരുന്നു. ദൈവം അവരെ നടത്തിയതായിരുന്നു. ദൈവത്തിൻ്റെ അനേക അനുഗ്രഹങ്ങൾ അവർ പ്രാപിച്ചവരായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരുന്നു അവരെ നടത്തിയത്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കാത്തതുകൊണ്ട് അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ദൈവം ആഗ്രഹിച്ചതായ സ്ഥാനത്ത് അവർ എത്തിയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം നാം ഉടനീളം വായിക്കുമ്പോൾ അനേക ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ അവസാന കാലത്ത് കർത്താവിൻ്റെ 2-ാമത്തെ വരവ് അടുത്തിരിക്കുന്നതായ സമയത്ത് വിശ്വാസികൾക്ക് ബുദ്ധി ഉപദേശം തരികയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. വീണ്ടും നമുക്ക് ഇന്ന് വേറൊരു ഭാഗം നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിന് 32-ാമത്തെ വാക്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 32-ാമത്തെ വാക്യം. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ഇവിടെ കർത്താവ് പറയുകയാണ്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ഇത് പുതിയ നിയമസഭയ്ക്ക് ഒരു ദൃഷ്ടാന്തമാണ്. നമ്മുടെ കർത്താവ് തന്നെ കർത്താവിൻ്റെ വായ കൊണ്ട് അരുളി ചെയ്തതാണ്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ഇത് നമ്മുടെ മുമ്പിൽ ബുദ്ധി ഉപദേശത്തിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണത്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, ലോത്തിൻ്റെ ഭാര്യ, ലോത്തിൻ്റെ കുടുംബം അവർ ഇറങ്ങി തിരിച്ചതാണ്. നാശപട്ടണത്തിൽ നിന്ന് ദൈവം അവരെ വലിച്ചിറക്കിയതാണ്. എന്നാൽ അവർക്ക് എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ടവരെ, യാത്ര തുടങ്ങിയതായിരുന്നു, പക്ഷേ യാത്രാ മധ്യത്തിൽ പട്ടുപോയി എന്നാണ് നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ആത്മീയ അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന് വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും വാസ്തവമായി നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിക്കേ. ഒരുപക്ഷെ നാം ആത്മീയ ജീവിതം തുടങ്ങിയവരായിരിക്കാം. ഒരു മാനസാന്തര അനുഭവം നമുക്ക് ലഭിച്ചതായിരിക്കാം. ഒരു വീണ്ടും ജനന അനുഭവത്തിലേക്ക് നാം കടന്നു വന്നതായിരിക്കാം. പഴയ ജീവിതത്തോട് യാത്ര പറഞ്ഞ് ഒരു പുതിയ ജീവിതം നാം തുടങ്ങിയവരായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ നമ്മുടെ അവസ്ഥ എങ്ങനെയുണ്ട്? നാം വഴിയിൽ പട്ടുപോകുന്ന രീതിയിലാണോ നാം ജീവിക്കുന്നത്? 2-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാം വാക്യത്തിൽ അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നുണ്ട്. 2-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം, അവൻ കോപിച്ചിട്ടാൽ നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീനെന്ന്. പ്രിയപ്പെട്ടവരെ, വഴിയിൽ വെച്ച് നശിച്ചു പോകുന്ന ഒരനുഭവം ഈ ആത്മീയ ജീവിതത്തിനുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും വളരെ ഭയത്തോടും വളരെ ജാഗ്രതയോടും കൂടി ജീവിക്കേണ്ട ഒരു ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം അലസരായി ഞാൻ ഒരിക്കൽ മാനസാന്തരപ്പെട്ടവനാണല്ലോ, ഞാൻ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചവനാണല്ലോ എന്നുള്ളതായ ലാഘവത്തോടെ ഈ ഭൂമിയിൽ നാം ജീവിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നാം അക്കരെ നാട്ടിൽ വിശുദ്ധന്മാരെത്തുന്നതായ ആ അക്കരെ നാട്ടിൽ നാം കാണുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് നമ്മെ ഭയപ്പെടുത്താനുള്ളൊരു വചനമല്ല, പക്ഷെ നാം ഭയത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് ഇവിടെ കർത്താവ് പറയുന്നത്,
യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുമ്പോഴാണ് ഈ ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരിക്കൽ ഒലിവുമലയിൽ ഇരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഈ ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളങ്ങളൊക്കെ എന്താണ്? എന്നാണ് ലോകാവസാനം? നിന്റെ രണ്ടാമത്തെ വരവ് എന്നാണ്? ഇങ്ങനെയുള്ളതായ സംശയങ്ങളെല്ലാം കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവ് ഒരിക്കൽ തനിച്ച് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ കർത്താവിനോട് നിന്ന് ചോദിക്കുകയാണ്. അതിന് കർത്താവിൻ്റെ മറുപടി എന്താണ്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4 മുതലുള്ളതായ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങളിൽ പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കേൾക്കുമ്പോൾ ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പറയുകയാണ്, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും, പക്ഷെ നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകരുത്. നിങ്ങൾ ആരും വഴിതെറ്റി പോകാൻ ഇടവരരുത്. നിങ്ങൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നിങ്ങൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. പിന്നെ അത് സംഭവിക്കേണ്ടത് തന്നെ. അത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അവസാനമല്ലെന്നാണ് കർത്താവ് പറയുന്നത്. രാജ്യം രാജ്യത്തോട് എതിർക്കും. യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും അവിടെ ഉണ്ടാകും. രാജ്യം രാജ്യങ്ങളോട് എതിർക്കും. യുദ്ധങ്ങളും പല പല സംഭവ വികാസങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാകും. പ്രിയപ്പെട്ടവർ, അതെല്ലാം നമ്മുടെ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതൊന്നും കാണുമ്പോൾ ഒരു വിശ്വാസി തളർന്നു പോവുകയല്ല വേണ്ടത്. വിശ്വാസി നിരാശപ്പെട്ടു പോവുകയല്ല വേണ്ടത്. പിന്നെയോ വിശ്വാസി വീണ്ടും ഒരുങ്ങുകയാണ് വേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ഇത് കർത്താവിൻ്റെ വരവിൻ്റെ ഒരു സൂചനയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം തന്നെ വിശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവാൻ കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കർത്താവ് ലോത്തിൻ്റെ ഭാര്യ ഇറങ്ങി പുറപ്പെട്ടവളായിരുന്നു. അവരൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നവരായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർ പട്ടുപോയി എന്നാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. നമുക്കറിയാം, ഈ ലോത്തിൻ്റെ കാലം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ സഹോദര പുത്രനാണ് ലോത്ത്. നമുക്കറിയാം, ദൈവത്തിന് വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു ഈ അബ്രഹാം. ദൈവത്തിന് വിളി കേട്ടവനാണ്, ദൈവ ശബ്ദം കേട്ടവനാണ്. എന്നാൽ നാം തിരുവചനം പഠിക്കുമ്പോൾ ലോത്തിന് ദൈവത്തിന് വിളി ലഭിച്ചില്ല. ദൈവശബ്ദം കേട്ടല്ല ഈ ലോത്ത് ഇറങ്ങിത്തിരിക്കുന്നത്. അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതാണ്. എന്നാൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് നേരിട്ട് വ്യക്തിപരമായ ഒരു ദൈവിക ദർശനം ലഭിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടവനായിരുന്നു ഈ ലോത്ത്. ദൈവത്തിന് സ്തോത്രം. ഈ അബ്രഹാം ദൈവവിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് വളരെ വ്യക്തമായ ചില കാഴ്ചപ്പാടുകളും വളരെ വ്യക്തമായ ചില ലക്ഷ്യങ്ങളും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ലോത്തിനെ സംബന്ധിച്ച് അങ്ങനെ ആത്മീയമായ കാഴ്ചപ്പാടുകളോ ആത്മീയമായ ലക്ഷ്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുമോ? നമുക്ക് വ്യക്തമായ ഒരു ആത്മീയ കാഴ്ചപ്പാടോടും വ്യക്തമായ ഒരു ആത്മീയ ലക്ഷ്യത്തോടും കൂടിയാണോ നാം ജീവിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. എന്നാൽ അബ്രഹാമിന് അങ്ങനെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്നാൽ ലോത്തിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. ലോത്തിൻ്റെ കാഴ്ചപ്പാട്, ലോത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകമായിരുന്നു. ഈ ലോകത്തിലെ സമ്പത്ത്, ഈ ലോകത്തിലെ ഐശ്വര്യങ്ങൾ, ഈ ലോകത്തിലെ സമൃദ്ധി, ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ, ഇതെല്ലാമായിരുന്നു ലോത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മീയരെന്ന് കരുതുന്നതായ നാമും നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞ് ചിന്തിക്കേണ്ടതാണ്. എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ലാക്ക് എന്താണ്? എൻ്റെ പരമവും പ്രധാനവുമായ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ഈ ഭൂമിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? നമുക്ക് ജോലിയുണ്ട്, വരുമാന മാർഗമുണ്ട്, കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാ ജീവിത സൗകര്യങ്ങളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? എനിക്ക് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനായി ജീവിച്ച് എന്നിൽ കൂടെ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം കണ്ടിരിക്കുന്ന വേല തികച്ച് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ കാഹളനാദം കേൾക്കുമ്പോൾ മണവാട്ടി സഭ എടുക്കപ്പെടുന്ന ആ സമയത്ത് എനിക്കും എന്നിൽ കൂടെ കണ്ടിരിക്കുന്നതായ ആത്മാക്കൾക്കും ഇതാ ആ കർത്താവിൻ്റെ മധ്യാകാശത്തിൽ എടുക്കപ്പെടണമെന്നുള്ളതായ ഒരു ലക്ഷ്യത്തോടെയാണോ ഞാൻ ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അതെയോ ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ മാത്രമാണോ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരെത്രയെന്ന് 1 കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പ്രത്യാശയും ഈ ആയുസ് മാത്രമാണോ? ഇവിടെ സുഖമായിട്ട് ജീവിക്കണം, ഇവിടെ പ്രശ്നങ്ങളൊന്നും വരരുത്,
ഇവിടെ ഒരു അസുഖം വന്നാൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അതിനൊരു സൗഖ്യം കിട്ടുന്നു. ഇവിടെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു, നാം പ്രാർത്ഥിക്കുന്നു, അതിനൊരു പരിഹാരം കിട്ടുന്നു. അത്രയും ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. അതാണോ നമ്മുടെ ലാക്ക്? ഈ ഭൂമിയിൽ സുഖമായിട്ട് ജീവിക്കുവാൻ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കുവാൻ ഒരു ദൈവത്തിൻ്റെ സഹായം വേണം, ദൈവത്തിൻ്റെ കൃപ വേണം. ഇത്രയുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, ഈ ആയുസ്സിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും നാം അരിഷ്ടന്മാരത്രയെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലോത്തിൻ്റെ ലക്ഷ്യം ഒരാത്മീയ കാഴ്ചപ്പാടുണ്ടായിരുന്നയാളായിരുന്നില്ല ലോത്ത്, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ കെയർ ഓഫിൽ ലോത്ത് ഇങ്ങനെ ജീവിച്ചു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ഈ ഭൂമിയിൽ ജീവിച്ചത് കൂടാരങ്ങളിലാണ് പാർത്തത്. കാരണം ഒരു കൈപ്പണിയില്ലാത്തൊരു സ്വർഗീയ ഭവനം എനിക്കുണ്ടായെന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ കാണുന്ന സമ്പത്തിലായിരുന്നില്ല അബ്രഹാമിൻ്റെ കണ്ണെന്ന് പറയുന്നത്. എന്നാൽ ലോത്ത് നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് സോദോമിൽ വന്ന് പാർത്തു, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ സോദോമിലെ പാപം വളരെ അതികഠിനമായതുകൊണ്ട് അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയെന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ സോദോമിൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ഈ സോദോം ഗൊമോറ എന്ന് പറയുന്ന ഈ സ്ഥലത്ത്, ആ ദേശത്തെ നശിപ്പിക്കുവാൻ ദൈവം ഒരു തീരുമാനമെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ആ ദേശത്തെ നശിപ്പിക്കുവാൻ ഒരു തീരുമാനമെടുത്തു. എന്നാൽ ഈ അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ കരുണ മൂലം അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് ഈ സോദോമിലാണ് വസിക്കുന്നതെന്ന് ദൈവത്തിന് അറിയാം. എന്നാൽ അബ്രഹാമിൻ്റെ കെയർ ഓഫിൽ അബ്രഹാമിനോടുള്ളതായ ആ സ്നേഹത്തെ പ്രതി ഈ ലോത്തിനെയും കുടുംബത്തെയും ഈ നാശപട്ടണത്തിൽ രക്ഷിക്കുവാൻ ദൈവം തീരുമാനമെടുക്കുകയാണ്. കാരണം അബ്രഹാം അവിടെ ദൈവസന്നിധിയിൽ അബ്രഹാമിനെ കൈമലർത്തി പ്രാർത്ഥിക്കുകയാണ്, മധ്യസ്ഥം നിൽക്കുകയാണ്. ദൈവമേ, ഒരു 10 നീതിമാന്മാരെങ്കിലും ആ ദേശത്തുണ്ടെങ്കിൽ നീ ആ ദേശത്തെ അരുതേ എന്ന് അബ്രഹാം ദൈവസന്നിധിയിൽ പ്ലീഡ് ചെയ്യുകയാണ്, യാചിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വിശുദ്ധനായ ഒരു ദൈവദാസൻ ഒരു ദേശത്ത്, ഒരു കുടുംബത്തിൽ, ഒരു ഇടവകയിൽ ഉണ്ടെങ്കിൽ ഇത് സൗഭാഗ്യം എത്ര വലുതാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ദൈവസന്നിധിയിൽ കൈമലർത്തുകയാണ്, ദൈവമേ, ഒരു 10 നീതിമാന്മാർ ആ ദേശത്തുണ്ടെങ്കിൽ നീ ആ ദേശത്തെ നശിപ്പിക്കരുത് കേട്ടോ. അബ്രഹാമിൻ്റെ പ്രതീക്ഷ ഈ ലോത്ത് വർഷങ്ങളായിട്ട് ഈ സൊദോം ഗൊമോറയിൽ താമസിക്കുകയാണ്. എൻ്റെ കൂടെ നടന്ന് ഒരു ദൈവവിശ്വാസം അവന് കിട്ടിക്കാണും, അനേകർ ഈ ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഈ ലോത്തും കുടുംബവും തിരിച്ചു കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് അബ്രഹാം ദൈവസന്നിധിയിൽ കൈമലർത്തി പ്ലീഡ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ആ നിസാരതയിൽ, മനുഷ്യൻ്റെ നിസാര സമർപ്പണത്തെ അംഗീകരിക്കുന്നവനായൊരു ദൈവം, 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ ദേശത്തെ നശിപ്പിക്കില്ലെന്നാണ് ജീവനുള്ള ദൈവം അബ്രഹാമിനോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ്? നമുക്കൊന്നുകൂടെ ആ വാക്യം വായിക്കാം. 19-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിൻ്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. ഉഷസ്സായപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ലോത്തിനെയും കുടുംബത്തെയും ബന്ധപ്പെടുത്തുകയാണ്, നിർബന്ധിക്കുകയാണ്. കാരണം ഇതാ ഈ ദേശം നശിക്കാൻ പോവുകയാണ്, തീയും ഗന്ധകവും വീണ് ഈ സോദോം ഗൊമോറ നശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ദേശത്ത് നിന്ന് നിങ്ങൾ മാറിപ്പോകണമെന്ന് ആ ദൈവത്തിൻ്റെ ആ നിത്യമായ സ്നേഹം. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹമാണ് ഇന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ആരും നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രൂശിലെ സ്നേഹം നമ്മോട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹമാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നാശപട്ടണത്തിൽ നിന്ന് നിങ്ങൾ അതിവേഗം ഓടിപ്പോവുക എന്നാണ് ലോത്തിനോടും കുടുംബത്തോടും പറയുന്നത്. നാശപട്ടണത്തിൽ നിന്ന് അതിവേഗം നിങ്ങൾ ഓടിപ്പോവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് നാശപട്ടണത്തിലാണോ ജീവിക്കുന്നത്? ഈ നാശപട്ടണത്തോട് നിങ്ങൾ യാത്ര പറഞ്ഞു, ഈ നാശപട്ടണത്തിൻ്റെ ഉടമസ്ഥനാകുന്ന പിശാചിനോട് നിങ്ങൾ യാത്ര പറഞ്ഞ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിങ്ങൾ പാപ വഴികളോട് യാത്ര പറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിച്ചോ പ്രിയപ്പെട്ടവരെ? അതെയോ ഇന്നും ഈ നാശപട്ടണം ലക്ഷ്യമാക്കി ഈ നാശപട്ടണത്തിൽ കൂടെ നിങ്ങൾ ജീവിക്കുകയാണോ? നിങ്ങളുടെ ലക്ഷ്യം ഒരു മോക്ഷപട്ടണമാണോ? ഒരു നിത്യപട്ടണമാണോ നിങ്ങളുടെ ലക്ഷ്യം? ദൈവത്തിന് സ്തോത്രം. ഇവർ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ലോത്തിനെയും കുടുംബത്തെയും ബന്ധപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി ആക്കി. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ നിർബന്ധിച്ചിട്ടും ദൈവത്തിന്റെ ദൂതന്മാർ അവരെ ഹേമിച്ചിട്ടും അവരെ ഉത്സാഹിപ്പിച്ചിട്ടും അവർക്ക് ആ നാശപട്ടണം വിട്ടുപോകുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണ്? അവരുടെ ഹൃദയം അത്രമാത്രം ഈ ലോകത്തോട് ഇഴുകിച്ചേർന്നിരുന്നു.
പ്രിയപ്പെട്ടവരെ, നാം വിചാരിക്കും ഈ ആയുസ്സുള്ള കാലത്ത്, ഈ നല്ല കാലത്ത്, ഈ ആരോഗ്യമുള്ള കാലത്ത്, ഈ യൗവന പ്രായത്തിൽ ഈ ലോകത്ത് സുഖിച്ച് പുളച്ച് ജീവിക്കാം, എന്നിട്ട് അല്പം കൂടെ കഴിഞ്ഞ് ഈ കാലമൊക്കെ കഴിയുമ്പോൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരാമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് ഒരിക്കലും അസാധ്യമായ കാര്യമാണ്. ഇവരങ്ങനെ ചിന്തിച്ചോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവർക്ക് അവിടം വിട്ട് പോകാൻ തോന്നുന്നില്ല. തീയും ഗന്ധവും വീണ് ആ ദേശം നശിക്കാൻ പോവുകയാണ് എന്ന് ദൈവത്തിൻ്റെ ദൂതന്മാർ അവരോട് സംസാരിച്ചിട്ടും അവർക്കത് മനസ്സിലാകുന്നില്ല. അവരുടെ ഉള്ളത്തിലത് കൈക്കൊള്ളാൻ കഴിയുന്നില്ല. അവർക്കത് ബോധ്യമാകുന്നില്ല. വീണ്ടും അവിടെ തറ്റി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നിങ്ങൾ വീണ്ടും തറ്റി നിൽക്കുകയാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെ നമ്മോട് സംസാരിച്ചിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വചനം തന്നിട്ടും ഇന്നും പാപത്തോട് യാത്ര പറയാൻ നമുക്ക് കഴിയുന്നില്ലേ? ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോകം നശിക്കാനുള്ളതാണ്, ഈ ലോകം തീരാനുള്ളതാണ്. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം ഇതാ 3-ാം അധ്യായം 8 മുതലുള്ളതായ ചില വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. 10-ാമത്തെ വാക്യം മുതൽ വായിക്കാം. പത്രോസ്ലീഹ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10 മുതലുള്ളതായ വാക്യം. അവിടെ അപ്പോസ്തലനായ പത്രോസ് എന്താണ് പറയുന്നത്? ഈ ലോകം നശിക്കാൻ പോവുകയാണ്, ഈ ലോകം തീരാൻ പോവുകയാണ്, ഈ ലോകം ഇനി തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 2 പത്രോസ് 3-ന്റെ 10-ാമത്തെ വാക്യം മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും, 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ 1000 കാര്യം സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ മറക്കരുത്. ദൈവത്തിന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നാം മറന്നു പോകരുത്. ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന് ഈ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ സ്വർഗത്തിൽ ജീവനുള്ള ദൈവം ആഗ്രഹിച്ച, ദൈവം ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. നമ്മളോട് ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. ദൈവം നമ്മളോട് കരുണ കാണിക്കുകയാണ്. ദൈവം നമുക്ക് ആയുസ് നീട്ടിത്തരികയാണ്. ഇല്ല, എത്ര അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. ദൈവം ആയുസ് നീട്ടി തന്നിരിക്കുകയാണ്. ദൈവം നമ്മോട് കരുണ കാണിച്ചിരിക്കുകയാണ്. ദൈവം നമ്മോട് ഇച്ഛിച്ച് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകിയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ എത്ര ഭക്തിയും എത്ര വിശുദ്ധ ജീവനും ഉള്ളവരായിരിക്കണം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തുവിന്റെ ദിവസം, ആ യേശുക്രിസ്തുവിന്റെ നാള്, യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവ്, അത് കള്ളനെ പോലെ വരുമെന്നാണ് പറയുന്നത്. നാം എത്ര ഭക്തിയും വിശുദ്ധ ജീവനും ഉള്ളവരായിരിക്കണം. ഈ ലോകം നശിക്കാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഈ ലോകം തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ഈ നാശപെട്ടണം വിട്ട് ഓടിയോ? ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ വാക്യം എന്താണ് നാം വായിക്കുന്നത്? അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. പ്രിയപ്പെട്ടവരെ, ലോത്തിനും കുടുംബത്തിനും ഈ നാശപട്ടണം വിട്ടുപോകാൻ കഴിയുന്നില്ല. അവരുടെ ഹൃദയം സമ്മതിക്കുന്നില്ല. കാരണം അത്രമാത്രം ഈ ലോകത്തോടും ലോക ഇമ്പങ്ങളോടും അവരുടെ ഹൃദയം അറ്റാച്ച്ഡ് ആയിരുന്നു. ഹൃദയം ബന്ധിപ്പിച്ചിരുന്നു. ഹൃദയം ഇഴുകിച്ചേർന്നിരുന്നു. നശിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും ഈ നാശപട്ടണം വിട്ട് ഓടാൻ അവർക്ക് കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, എങ്കിലും ആ ദൈവത്തിൻ്റെ അബ്രഹാമിനോടുള്ള സ്നേഹം, അവിടെ നാം തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെയും കുടുംബത്തെയും ആ നാശപട്ടണത്തിൽ നിന്ന് വലിച്ചു പുറത്താക്കി. എന്നിട്ട് അവരോട് എന്താ പറഞ്ഞത്? ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്. പുറകോട്ട് നോക്കരുത്. ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മൾ പറയുകയാണ്, ഈ പട്ടണത്തിന് നശിക്കാതിരിപ്പാൻ നീ പർവ്വതത്തിലേക്ക് ഓടിപ്പോക. ഏതാണ് പ്രിയപ്പെട്ടവരെ ഈ പർവ്വതം? ദാവീദ് ഈ പർവ്വതത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിൽ നിന്ന് വരുന്നു, യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പ്രിയപ്പെട്ടവർ, ഏതാണ് ഈ പർവ്വതം? അത് കാൽവറി പർവ്വതമാണ്. രക്ഷയ്ക്കുള്ള ഏക മാർഗം ഈ കാൽവറി ക്രൂശിന്റെ ചൂട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൂതൻ ലോത്തിനോടും കുടുംബത്തോടും പറഞ്ഞത്. നിങ്ങൾ ഇവിടുന്ന് അതിവേഗം പോകുക, ഈ പ്രദേശത്ത് എങ്ങും നിൽക്കരുത്. ജീവരക്ഷയ്ക്കായി ഇതാ സ്വർഗീയ മലയിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക, പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവമെല്ലാം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ദൈവം കൊടുക്കേണ്ട വചനം കൊടുത്തു.
ദൈവം കൊടുക്കേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു. ദൈവം കാണിക്കേണ്ട കരുണയെല്ലാം കാണിച്ചു ദൈവം അവരോട്. അവർക്ക് മനസ്സില്ലാതിരുന്നിട്ടും അവരെ കൈക്ക് പിടിച്ച് പുറത്താക്കി ആ നാശ പട്ടണത്തിൽ നിന്ന് അവരെ പുറത്താക്കിയതാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു? അതിന് 19-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ, ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ലോത്തിന്റെ ഭാര്യ ലോത്തിന്റെ പിറകിൽ നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ആത്മീയ ഗോളത്തിന്, പുതിയ നിയമസഭയ്ക്ക് ഒരു ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു ദൃഷ്ടാന്തമായി ലോത്തിന്റെ ഭാര്യ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്താണ് നമുക്കിതിൽ നിന്ന് ദൈവം പറഞ്ഞു തരുന്ന ബുദ്ധി ഉപദേശം? എന്താണ് പ്രിയപ്പെട്ടവരെ? എന്താണ് ദൈവം നമുക്ക് ബുദ്ധി പറഞ്ഞു തരുന്നത്? എന്താണ് ലോത്തിന്റെ ഭാര്യ മരിക്കാൻ കാരണം? എന്താണ് നശിച്ചു പോകാൻ കാരണം? എന്താണ് ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോകാൻ കാരണം? എന്താണ്? ലോത്തിന്റെ ഭാര്യയ്ക്ക് ഒരു സത്യമാനസാന്തരം ലഭിച്ചിരുന്നില്ല. ഒരു സത്യമാനസാന്തരം, വ്യക്തിപരമായ ഒരു മാനസാന്തര അനുഭവം ലോത്തിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന് വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സത്യമാനസാന്തരം നിങ്ങൾക്ക് ലഭിച്ചുവോ? പഴയ ജീവിതത്തോട് നിങ്ങൾ യാത്ര പറഞ്ഞുവോ? ഞാനൊരു പുതിയ മനുഷ്യനായി എന്നുള്ള ഒരു അനുഭവം നിങ്ങൾ പ്രാപിച്ചുവോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നുവെന്ന് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ഞാനൊരു പുതിയ മനുഷ്യനായോ? ഞാനൊരു പുതിയ സൃഷ്ടിയായോ? എനിക്കൊരു സത്യമാനസാന്തരം ലഭിച്ചുവോ? അനുദിനം മാനസാന്തര അനുഭവത്തിൽ കൂടിയാണോ ഞാൻ ജീവിക്കുന്നത്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? ലോത്തിന്റെ ഭാര്യയ്ക്ക് ഒരു സത്യമാനസാന്തരം ലഭിച്ചിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ലോത്ത് ഒരു കൂട്ടായ്മക്കാരനൊക്കെ ആയതുകൊണ്ട്, ലോത്ത് അബ്രഹാമിന് സഹോദരപുത്രനായതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ലാതെ വ്യക്തിപരമായി ലോത്തിന്റെ ഭാര്യയ്ക്ക് ഒരു മാനസാന്തര അനുഭവം ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം വ്യക്തിപരമായ അനുഭവമാണ്. എൻ്റെ ഭാര്യയ്ക്ക് മാനസാന്തരം ഉണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് മാനസാന്തരം ലഭിച്ചുകൊള്ളണമെന്നില്ല. എൻ്റെ ഭാര്യയുടെ മാനസാന്തരത്തിൻ്റെ കെയർ ഓഫിൽ ഞാൻ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് നോക്കി ഉപ്പുതൂണായിപ്പോയി. നമ്മുടെ മുമ്പിൽ പുതിയ നിയമസഭയ്ക്ക് ബുദ്ധി ഉപദേശത്തിനായി ഒരു ദൃഷ്ടാന്തമായി നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു സത്യമാനസാന്തരം ലഭിച്ചുവോ? നാം ചിന്തിച്ചു നോക്കേണ്ടതാണ്. വീണ്ടും പിന്നെ എന്താണ് ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്? ഈ ലോകമായിരുന്നു അവളുടെ ലക്ഷ്യം. ഈ നശിച്ചു പോകാനുള്ള ഈ ലോകത്തെ വിടാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾക്കും ഇത് തന്നെയല്ലായിരുന്നു അവരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്ന ആ കെടുതി എന്ന് പറയുന്നത്. അവരെ ദൈവം വിടുവിച്ചതാണ്. മിസ്രൈമിൽ ഒരു കാലത്ത് ഇരുമ്പ് ചൂളയിൽ കിടന്ന് ഞെരിഞ്ഞതായൊരു കാലമുണ്ടായിരുന്നു. ഫറവോന്റെ അടിമത്തത്തിൽ കടന്ന് ഞെളിപിരിക്കൊണ്ടൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ജീവനുള്ള ദൈവം അവരെ സ്നേഹിച്ച് ആ അഗ്നി ചൂളയിൽ നിന്ന് അവർ രക്ഷിച്ചു. മരുഭൂമിയിൽ കൂടി അവർ നടത്തി എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അവർക്ക് കൊടുത്തു. പക്ഷേ അവരുടെ ഹൃദയം എപ്പോഴും മിസ്രൈമിലായിരുന്നു. ഞങ്ങൾക്ക് അവിടെയായിരുന്നു നല്ലത്. അവിടുത്തെ വെള്ളരിക്ക, അവിടുത്തെ മത്തങ്ങ, അവിടുത്തെ ചിറ്റുള്ളി, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ അവിടെ കഴിയാമായിരുന്നു. അവരുടെ ഹൃദയം ഇപ്പോഴും പഴയതിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടോ? പഴയ പാപ സ്വഭാവങ്ങളിൽ രസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? പഴയ പാപത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? ലോകമാണോ നമ്മുടെ ലക്ഷ്യം? ഈ ലോകത്തിൻ്റെ ഭാര്യയുടെ ഹൃദയം നിറയെ ലോകമായിരുന്നു. ലോകത്തിൻ്റെ സമ്പത്ത്, ലോകത്തിൻ്റെ ഐശ്വര്യങ്ങൾ, ലോകത്തിൻ്റെ പ്രതാപം, ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നാം ഇന്നും ഒരു ലോകമനുഷ്യനെ പോലെയാണോ ജീവിക്കുന്നത്? പുറമേ ഞാൻ ആത്മീയനെന്നുള്ള പേരുണ്ടായിരിക്കാം, കൂട്ടായ്മയിൽ വരുന്നുണ്ടായിരിക്കാം, എന്നാൽ ഞാൻ ഇന്നും ഒരു ലോകമനുഷ്യൻ്റെ സ്വഭാവമാണ് എനിക്കുള്ളത്. എൻ്റെ ഹൃദയം മുഴുവൻ ലോകമാണോ? ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ, ഈ ലോകത്തിൻ്റെ സമ്പത്ത്, ഈ ലോകത്തിൻ്റെ ഐശ്വര്യങ്ങൾ, ഈ ലോകത്തിൻ്റെ പ്രതാപം, ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ, ഇതാണോ എൻ്റെ ലക്ഷ്യം? ലോത്തിന്റെ ഭാര്യയുടെ ഹൃദയം മുഴുവൻ ലോകമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ യാക്കോബ് എന്താണ് പറയുന്നത്? 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ യാക്കോബ് എന്താണ് പറയുന്നത്? വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ലോകസ്നേഹത്തെക്കുറിച്ച് ഇവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ വ്യഭിചാരിണികളെ എന്നാണ് വിളിക്കുന്നത്. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിന് സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന് ശത്രുവായി തീരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വചനപ്രകാരം ഞാൻ ഇന്നും ഒരു ദൈവത്തിന് ശത്രുവാണോ? ഞാനൊരു വ്യഭിചാരിണിയാണോ? ക്രിസ്തുവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ ഇന്നും ഒരു വ്യഭിചാരിണിയായിട്ടാണോ ജീവിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന് ശത്രുവായി തീർന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ലോത്തിന്റെ ഭാര്യ നശിക്കാൻ കാരണം ഈ ലോകമായിരുന്നു അവളുടെ ലക്ഷ്യം. ഈ ലോകത്തിലെ സമ്പത്തും ഐശ്വര്യങ്ങളുമായിരുന്നു ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം തീർന്നു പോകാനുള്ളതല്ലേ? ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ലോകത്തിൻ്റെ സമ്പത്തും ഐശ്വര്യങ്ങളെല്ലാം തീർന്നു പോകാനുള്ളതല്ലേ?
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ഈ ബലഹീനായ എൻ്റെയും ഹൃദയത്തിൽ ഈ ലോകമായിരുന്നു ലക്ഷ്യം. സമ്പത്തുണ്ടാക്കുക, പണമുണ്ടാക്കുക, പണമുള്ളവർക്ക് ഈ ഭൂമിയിൽ വിലയുള്ളൂ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഉയരണം, ഈ ലോകത്തിൽ വളരണം, ഇത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ, ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ദൈവത്തിൻ്റെ വചനം ഈ കൂട്ടായ്മയിൽ വന്ന് തുടർച്ചയായി തുടർമാനമായി കേട്ടപ്പോൾ, സ്വർഗത്തിലെ ജീവനുള്ള ദൈവം എൻ്റെ കണ്ണ് കർത്താവ് തുറന്നു തന്നു. ഈ ലോകം മായയാണെന്നും ഇവിടെ നാം എന്തെല്ലാം സമ്പാദിച്ചാലും ശവക്കുഴിക്ക് അപ്പുറത്തേക്കൊന്നും കൊണ്ടുപോവുകയില്ല എന്നും, ഇവിടെ നിലനിൽക്കുന്നതായ സമ്പത്തില്ല എന്നും, എന്നാൽ നിലനിൽക്കുന്നൊരു സമ്പത്ത്, ഒരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിൽ എനിക്കുണ്ടായെന്നും, സ്വർഗത്തിലെ ജീവനുള്ള ദൈവം എനിക്കൊരു സുബോധം തന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ തികഞ്ഞവനായെന്ന് ഞാൻ പറയുന്നില്ല, ലോകമെല്ലാം മരിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ എനിക്കൊരു കാര്യം ബോധ്യമായി, ഈ ലോകം മായയാണ്. ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം മായയാണ്, ഒന്നും നിലനിൽക്കുന്നതായിട്ടില്ല. യേശു ക്രിസ്തു മാത്രമാണ് നിലനിൽക്കുന്ന സമ്പത്ത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് മാത്രമാണ് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. നിത്യജീവനാണ് നിലനിൽക്കുന്ന സമ്പത്ത്. പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങൾ ഈ നിത്യജീവൻ സ്വന്തമാക്കിയോ? ജീവനുള്ള ക്രിസ്തു നിങ്ങളുടെ സ്വന്തമാണോ? ഈ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങളുടെ സ്വന്തമായി തീർന്നിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ലോത്തിന്റെ ഭാര്യയ്ക്ക് ഒരു സത്യമാനസാന്തരം ലഭിച്ചിരുന്നില്ല. രണ്ട്, ലോത്തിന്റെ ഭാര്യയുടെ ഹൃദയം മുഴുവൻ ഈ ലോകമായിരുന്നു. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം എന്താണ്? ലോത്തിന്റെ ഭാര്യ പുറകോട്ട് നോക്കി, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ല. ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പുറകോട്ട് നോക്കരുത്, നീ തിരിഞ്ഞു നോക്കരുത്, വിട്ടതിനെ ഉപേക്ഷിച്ചതിലേക്ക് നീ തിരിഞ്ഞു പോകരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 62-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവരാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരല്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങൾ കലപ്പയ്ക്ക് കൈവച്ചവരാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമർപ്പണം എടുത്തവരാണോ? നിങ്ങൾ പാപത്തോട് യാത്ര പറഞ്ഞവരാണോ? അശുദ്ധിയോട് യാത്ര പറഞ്ഞവരാണോ? ഈ ലോകത്തിന് ഇമ്പങ്ങളോട് നിങ്ങൾ ഒരിക്കലെങ്കിലും യാത്ര പറഞ്ഞവരാണോ? എന്നാൽ വീണ്ടും അത് തിരിച്ചെടുക്കാൻ ഇടയായിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയം ഇന്നും പഴയതിലാണോ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്നേഹം നിങ്ങളോട് വാദിക്കുകയാണ്, ദൈവത്തിന് സ്നേഹം നിങ്ങളോട് സംസാരിക്കുകയാണ്. മകനെ, നീ പഴയതിനോട് യാത്ര പറയുക. ഇനിയും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോകല്ലേ, ഇനിയും അശുദ്ധിയിലേക്ക് പോകല്ലേ, ഇനിയും പഴയ പാപങ്ങളിലേക്ക് നീ പോകല്ലേ. ഇതാ ലോകത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീനെന്ന് ജീവനുള്ള ക്രിസ്തു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് തലകളെ വണക്കാം. ഈ ലോകത്തോട് നമുക്ക് യാത്ര പറയാം, പാപ ഇമ്പങ്ങളോട് നമുക്ക് യാത്ര പറഞ്ഞ് പിശാചിനെ ഉപേക്ഷിച്ചിട്ട് ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാം. ഇനി ഞാൻ ഒരിക്കലും ലോകത്തിൻ്റെ ഈ വഴികളിലേക്ക് ഇല്ല എന്ന് പുതിയ തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാം. ക്രിസ്തുവിന് നമ്മുടെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാം. നിത്യജീവന്റെ അവകാശികളായി തീരാം. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ തിരുരക്തം അതിന് നമ്മെ സഹായിക്കട്ടെ. ആ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം നമ്മെ കഴുകട്ടെ. ജീവനുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുവീനെന്ന് ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളാരും ഈ നാശപട്ടണത്തിൽ നശിച്ചു പോകാൻ കർത്താവ് ഞങ്ങളെ സമ്മതിക്കരുതേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.